അപ്പച്ചോ ഇവിടെ അടുത്താണോ താമസിക്കുന്നേ? അതെല്ലേ. അപ്പച്ചോ ഞങ്ങള് തൊടുപുഴ വാർത്താ ചാനലിൽ നിന്നാണ്, ഹാർഡ് ഫാർമർ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ ഈ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും തിരക്കാനായിട്ട് വന്ന. എന്താ അപ്പച്ച ഇവിടുത്തെ അവസ്ഥ എന്താ? ഇത്രയും പഴക്കമുള്ള അമ്പച്ചന് ഇപ്പം എത്ര വയസ്സുണ്ട്? 85 വയസ്സാ. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു പകുതിയോടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും പഴക്കം ഡാമിനുണ്ട്. അപ്പച്ചൻ്റെ വല്യപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന ഡാമാന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? അതെ. നമ്മുടെ സർക്കാർ പൊളിക്കാൻ തയ്യാറല്ല. ഇവര് അവിടുന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൈക്കൂലി കണ്ടമാനവർക്ക് കിട്ടുന്നുണ്ടെന്നേ. ഇവര് ശമ്പളവും എല്ലാം കിട്ടുന്നുണ്ട്. ജനങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുക ഇവര്. ഇവർക്ക് ഈ മന്ത്രിമാർക്കും MLA-മാർക്കും എല്ലാം എസ്റ്റേറ്റും വലിയ വലിയ സ്ഥലങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ട്. അത് തന്നെ. നല്ല കൊയ്ത്തുമേനിയല്ലേ? കാരണം ഈ പഴയ ഡാം വെച്ചോണ്ട് ഇരിക്കുവാണെങ്കിൽ ഇവർക്ക് മാസം നല്ല എമൗണ്ട് കിട്ടൂലോ. പേടിയുണ്ടോ അപ്പച്ച? പേടിയല്ലേ? അതെയോ? ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണോ മഴക്കാലമായി കഴിഞ്ഞാല്? എന്നാ അപ്പച്ച പൊക്കോട്ടെ. പേരെങ്ങനെയാ അപ്പച്ചന്റെ? തോമസ് ചേട്ടനല്ലേ? അതല്ലേ, അതാ വീടല്ലേ? എന്നാ കാണാം കേട്ടോ. ചേച്ചി നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ഓർക്കുന്നുണ്ട്. ഞങ്ങള് ഡാമിന്റെ അങ്ങോട്ടാ പോകുന്നത്. ഒത്തിരി ആൾക്കാർ ഡാം കാണാനായിട്ട് പോകാറുണ്ടോ? അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരിക്കും അല്ലേ? അതെല്ലേ. അപ്പച്ചന് മില്ലാണോ ഇത്? അപ്പച്ചന് തടിമില്ലാണോ ഇത്? വെള്ളം പൊക്കി കഴിഞ്ഞാൽ തടിയൊക്കെ ഒഴുകി പോകില്ലോ. അതെല്ലേ. അങ്ങനെ ഒഴുകി പോയിട്ടുണ്ടോ? അങ്ങനെ ഒഴുകി പോയിട്ടുണ്ടോ? ചേച്ചിയെ ധൂമപ്പണിയൊക്കെ ആണോ? നിർത്ത പണി, ഇത്ര പ്രായമായില്ലേ? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡാമിന്റെ പരിസര പ്രദേശത്തേക്ക് എത്തിച്ചേരും. അങ്ങേ സൈഡിൽ കൂടിയാണ് ഡാം ഒഴുകി വരുന്നത്. കാലാവസ്ഥയൊക്കെ അനുകൂലമാണെന്ന് തോന്നുന്നു. പറയാനുള്ളത് വളരെ തിപ്പിരിയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വളരെ വളരെ ഭീതിയിലാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലേ? പുഴയോട് ചേർന്ന് തന്നെ ധാരാളം വീടുകളുണ്ടല്ലേ? കാരണം അല്ലേ ദിജിയെ? ഒരുപാട് വീടുകളാണ് പുഴയോട് ചേർന്ന് തന്നെ. അതിൻ്റെ തീരപ്രദേശങ്ങളായി ഒരു 10 വീടെങ്കിലും ഉണ്ടെന്ന് പറയാം അല്ലേ? പുതുതായിട്ട് താങ്ങാനായിട്ട് കെട്ടി പോലെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. വിമൽ ജ്യോതി പബ്ലിക് സ്കൂൾ.
അപ്പച്ചോ ആടുതീറ്റാണോ? അപ്പച്ചൻ ആടിനൊക്കെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്.